നാട്ടിലുണ്ടല്ലോ ഞമ്മ കളിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞമ്മ പീടിയൻ്റെ അടുത്ത് എല്ലാവരും ഒന്നിച്ചിട്ട് കൂടും. ഈ ഒന്നിച്ചിട്ട് കൂടുമ്പോൾ ഒപ്പരം നമുക്കുണ്ടതായിരിക്കുമല്ലോ, നമ്മളെ കൂടെ മുസ്ലിം ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നമ്മൾ ഒന്നിച്ചിട്ട് ചങ്ങായിമാരായിട്ട് കട്ടയിലിരിക്കുന്നത് വിഷയം പറയാനും വേണ്ടിയിട്ട്. ആ വിഷയം പറയുന്ന സമയത്ത് ഉണ്ടല്ലോ നമ്മൾ പല കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അവിടെ നമുക്കുണ്ടല്ലോ മതമില്ല, രാഷ്ട്രീയമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാവരും ഒന്നിച്ചൊരു ചങ്ങായിമാരാണ്. അതുപോലെയാണ് 47 കോടി രൂപ ഒരു മലയാളിൻ്റെ ജീവൻ രക്ഷിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ ഓരോരോ മക്കളും ഉണ്ടാക്കി. അതിൽ 10 റുപ്യ കൊടുത്തവരുണ്ടാവും, 5 റുപ്യ കൊടുത്തവരുണ്ടാവും. പിന്നെ എവിടെയോ നമുക്ക് മതം, രാഷ്ട്രീയം നമ്മുടെ കേരളക്കാർക്ക്. കേട്ട് നോക്ക്, ഇതൊരു മനുഷ്യനെ രക്ഷിച്ചതാണ്. ആരെ? നമ്മുടെ അബ്ദുർ റഹീമിന് ഇന്ന് ജയിൽ മോചിതനായി പെരുന്നാളിൻ്റെ നല്ലൊരു ദിവസം. കേൾക്കാം നമുക്ക് ആ വാക്കുകളിലേക്ക്. 47 കോടിയോളം രൂപ ലോകത്തിലെ മലയാളികൾ പിരിച്ചെടുത്ത് വധശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അത്ഭുതകരമായ കാഴ്ചയുടെ പരിസമാപ്തിയാണ് നമ്മളിപ്പോൾ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഫറൂഖിൽ തന്നെയും കാത്ത് വർഷങ്ങളായിരിക്കുന്ന ഉമ്മയുടെ അടുത്തേക്ക് അബ്ദുർ റഹീം എത്തും. ഈ റഹീം വീട്ടിലെത്തുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ടാകുമെന്ന് 24ഉം അന്ന് ആ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ്. എന്തായാലും ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ആവേശം പകർന്ന് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഉമ്മ കാത്തിരിക്കുകയാണ് റഹീം. ഇന്നലെ ഉമ്മയോട് സംസാരിച്ചപ്പോ റഹീമിനെ കണ്ടിട്ട് വേണം പെരുന്നാൾ ആഘോഷിക്കാൻ പറഞ്ഞു. എല്ലാവരും വീട്ടിലോട്ട് വന്നോളൂ. എന്താ പറയാനുള്ള റഹീം? എല്ലാവർക്കും നന്ദി അറിയിക്കും, സഹായിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും. അബ്ദുർ റഹീം എന്ന ഏറ്റവും വലിയ സ്വപ്ന സമാനമായ മോചനത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലക്ഷക്കണക്കിന് മലയാളികൾക്കായി അദ്ദേഹം ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ഫറൂഖിൽ തന്നെയും കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് എത്രയോ കാലമായി ഒരു പെരുന്നാൾ പോലും ആഘോഷിക്കാതെ കാത്തിരുന്ന ഉമ്മയ്ക്ക് അരികിലേക്ക് അബ്ദുർ റഹീം എത്തുകയാണ്. ഒരു പുതിയ കേരള ഹിസ്റ്ററി തന്നെ നമ്മൾ എഴുതുകയാണ്. ദീപക് തർമ്മണം നമുക്കൊപ്പം തുടരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അബ്ദുർ റഹീം കാറിലേക്ക് കയറി കഴിഞ്ഞു. കാറിൽ നിന്ന് നേരെ പോകുന്നത് ആ കണ്ണീരും കിനാവുമായി കാത്തിരുന്ന ഉമ്മയുടെ അടുത്തേക്കാണ്. ആ കണ്ണീർ തോരാൻ പോകുന്നു. എന്നേക്കുമായി ഉമ്മയുടെ മകൻ മടങ്ങി വന്നിരിക്കുന്നു. ഒരുപക്ഷേ ഈ ഉമ്മയുടെ കണ്ണുനീരിന്റെ നനവാണ്, ഈ കണ്ണുനീരിന്റെ ഉപ്പാണ് ലോകത്തിലെ മലയാളികളെ പ്രേരിപ്പിച്ചതും. അബ്ദുർ റഹീമിനെ അതിൽ നമുക്കില്ല ഏറ്റവും കൂടുതൽ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതിനോട് നമ്മുടെ പ്രിയപ്പെട്ട ബോച്ച രംഗത്തിറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഈ 47 കോടി ഉണ്ടായതും. അബ്ദുർ റഹീം